ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിന്ന് ഒരു ഇൻഫർമേറ്റീവായിട്ടുള്ളൊരു വീഡിയോയുമായിട്ടാണ് വന്നത്. സംസ്ഥാനത്ത് നീല വെള്ള കാർഡുകളിൽ ഉൾപ്പെട്ട എല്ലാവർക്കും ഉള്ളൊരു സന്തോഷ വാർത്തയാണ്. റേഷൻ കാർഡ്, നീല വെള്ള റേഷൻ കാർഡുകൾ പിങ്കിലേക്ക് മാറ്റാനുള്ള അവസരമാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ഈ സെപ്റ്റംബർ 22 മുതൽ അടുത്ത ഒക്ടോബർ 20 വരെയുള്ള ദിവസങ്ങളിൽ ഇതിനുള്ള അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഈ അപേക്ഷ സമർപ്പിക്കുന്നതിന് വേണ്ട രേഖകൾ ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്ത റേഷൻ കാർഡ് ഉടമയായിരിക്കണം എന്നുള്ളതാണ്. അതിന് പഞ്ചായത്ത് സെക്രട്ടറി ഒപ്പിട്ട വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് വേണം. വാടക വീട്ടിലാണെങ്കിൽ 200 രൂപയുടെ മുദ്രപത്രത്തിൽ എഴുതിയ എഗ്രിമെൻ്റ് ഉണ്ടാവണം. അതിന് 2 സാക്ഷികൾ ഒപ്പിട്ടതടക്കം ഉണ്ടാവണം. അല്ലെങ്കിൽ പഞ്ചായത്തിൽ നിന്നുള്ള BPL സർട്ടിഫിക്കറ്റ്. ഈ BPL സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ആളുകളാണെങ്കിൽ BPL ലിസ്റ്റിൽ ഉൾപ്പെടാൻ അർഹതയുണ്ട് എന്ന് പഞ്ചായത്ത് സെക്രട്ടറി തരുന്നൊരു സാക്ഷ്യപത്രമുണ്ട്. ആ സാക്ഷ്യപത്രം, അതേപോലെ വീടിൻ്റെ വിസ്തീർണം 1000 സ്ക്വയർ ഫീറ്റിൽ കൂടാൻ പാടില്ല. 1000 സ്ക്വയർ ഫീറ്റിൻ്റെ താഴെയുള്ള വീടിൻ്റെ വിസ്തീർണം തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ്. പിന്നെ വേണ്ടത് എന്തെങ്കിലും അഡീഷണൽ ആയിട്ടാണ്. അഡീഷണൽ മീൻസ് നമുക്ക് ഇനിയുള്ള പറയുന്ന രേഖകളുണ്ടെങ്കിൽ നമുക്ക് പ്രയോറിറ്റി കൂടുതലായിട്ട് കിട്ടും. വല്ല മാരക രോഗങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, അല്ലെങ്കിൽ വികലാംഗ സർട്ടിഫിക്കറ്റ്, അല്ലെങ്കിൽ നമ്മളെ വീട് വെച്ചത് സർക്കാർ പദ്ധതി പ്രകാരം, ഇപ്പോൾ ഈ ലൈഫ് മിഷൻ അങ്ങനെ എന്തെങ്കിലും പദ്ധതി പ്രകാരമാണെങ്കിൽ അതിൻ്റെ രേഖകൾ, അതല്ലെങ്കിൽ ഈ വിധവകളുള്ള വീട്ടിൽ 21 വയസ്സിന് താഴെയുള്ള ആണുങ്ങളുണ്ടാവാൻ പാടില്ല. പുരുഷന്മാർക്ക് 21 വയസ്സ് കൂടുതലാണെങ്കിൽ ആ വിധവകളെ ആനുകൂല്യം കിട്ടില്ല. അപ്പോൾ അതിൻ്റെ അങ്ങനത്തെ ആളുകൾ ഒരു വില്ലേജ് ഓഫീസിൽ നിന്ന് ഒരു നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ അത് നമുക്കൊരു അഡ്വാൻറ്റേജാണ്. അല്ലെങ്കിൽ സ്വന്തമായിട്ട് വീടോ സ്ഥലമോ ഇല്ലാത്ത ആളുകൾ, ഒരു പഞ്ചായത്തിലോ അല്ലെങ്കിൽ വില്ലേജിലും വീടും സ്ഥലവും ഇല്ലെങ്കിൽ അവർ വില്ലേജ് ഓഫീസിൽ പോയിട്ട് ഒരു രേഖ വാങ്ങണം, ഇന്ന ആൾക്ക് ഇന്ന വില്ലേജിൽ വീടും സ്ഥലവും ഇല്ല എന്നുള്ളത്. ഇത്രയും കാര്യങ്ങൾ ഉള്ള ആളുകൾ എത്രയും പെട്ടെന്ന് അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിലോ അതല്ലെങ്കിൽ സിറ്റിസൺ പോർട്ടൽ മുഖേന ചെയ്യുന്ന CSC സെൻ്ററുകളിലോ പോയി ചെയ്യുക. ഇത് അധികം നേരം വൈകാൻ ആവരുത്. കാരണം കൂടുതൽ നേരം വൈകി കഴിഞ്ഞാൽ അവർ അവസാന സമയത്തേക്ക് വെക്കുമ്പോൾ ഇവരിതെന്തെങ്കിലും കാരണവശാൽ അവിടുന്ന് റിട്ടേൺ ചെയ്യുകയാണെങ്കിൽ ആ റിട്ടേൺ ചെയ്ത കാരണം എന്താണോ അത് തിരുത്തി കൊടുക്കാൻ നമുക്ക് സമയമുണ്ടാവില്ല. അപ്പോൾ കഴിയുന്നതും ഇന്നോ നാളെയോ തന്നെ ചെയ്ത് റേഷൻ കാർഡ് BPL ആക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.